പ്രൊഫസർ നമസ്കാരം. നമസ്കാരം. ഇന്ന് ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പിൻ്റെ ഒരു അഭാവം നമ്മൾ മനസ്സിലാക്കി. സാധാരണഗതിയിൽ എല്ലാ ദിനപത്രങ്ങൾക്കൊപ്പം വാരാന്ത്യപ്പതിപ്പ് ഉണ്ടാവാറുണ്ട്. ദേശാഭിമാനിയും അത് ചെയ്യാറുണ്ട്. പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ CPM എപ്പോഴൊക്കെ ഭരണം കിട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ദേശാഭിമാനി പത്രത്തെ അവർ അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഫവാസ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. ഏതാണ്ട് ഒരു 10-20 വർഷക്കാലം മുമ്പ് ദേശാഭിമാനി പത്രം നമുക്ക് വായിക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം ആ ന്യൂസ് പ്രിൻ്റ് തന്നെ മഞ്ഞ കലർന്ന ഒരു ന്യൂസ് പ്രിൻ്റ് ആയിരുന്നു. പ്രിൻറ്റിങ്ങും ഒക്കെ വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു. ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുമ്പോഴൊക്കെ ദേശാഭിമാനി പ്രിൻറ്റിങ് പ്രസ് വളരെ ഭംഗിയായി അവരത് കൈകാര്യം ചെയ്തു. ഇപ്പം മലയാളത്തിലിറങ്ങുന്ന എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾ പത്രങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കത്തക്ക രീതിയിലുള്ള പേപ്പർ ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രിൻറ്റിങ് ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ദേശാഭിമാനി പുറത്തിറങ്ങാറുള്ളത്. ഇന്നത്തെ ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പിൽ VS-നെ കുറിച്ചൊരു ലേഖനമുണ്ടായിരുന്നു. മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിരമ്പം എന്നുള്ളതാണ്. അവരുടെ വെബ്സൈറ്റിലൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സൈറ്റ് ഡിലീറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. അത് പുറത്തിറക്കാതിരുന്നതിൻ്റെ കാര്യം എൻ്റെ ഓർമ്മയിൽ ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് കുറേ നാളുകളായിട്ട് ഇതുവരെയും പുറത്തിറങ്ങാതിരുന്നിട്ടില്ല. അപ്പോൾ അതിന് അവർ പറയുന്നൊരു കാര്യം, ദേശാഭിമാനിയുടെ 4 പേജാണ് വാരാന്ത്യപ്പതിപ്പ്. ഈ വാരാന്ത്യപ്പതിപ്പിൻ്റെ മുൻ പേജിൽ VS അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി, CPM-ൻ്റെ ഏറ്റവും ജനകീയനായ നേതാവ് VS വിട പറഞ്ഞിട്ട് ഈ 21-ാം തീയതി വരുമ്പോൾ 1-ാം ചരമവാർഷികമാണത്. അപ്പോൾ VS-ന് അനുസ്മരണമായിക്കൊണ്ട് ഇന്നത്തെ വാരാന്ത്യപ്പതിപ്പിൽ വലിയൊരു മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിരമ്പം എന്ന ഹെഡിങ്ങിൽ KV സുധാകരൻ എന്ന VS-ൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന മാധ്യമത്തിൽ VS-ന് വേണ്ടി വാർത്തകളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിരുന്ന എഴുതി കൊടുത്തിരുന്ന KV സുധാകരൻ്റെ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു. മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിരമ്പം. ആ പേരിനൊക്കെ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ശംഖുമുഖത്ത് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ VS-നെതിരെ പിണറായി വിജയൻ ആഞ്ഞടിച്ചുകൊണ്ടൊരു കഥ അന്ന് പറയുകയുണ്ടായി. ഒരു കുട്ടി ഒരു ബക്കറ്റിൽ ഒരു കടലിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നിട്ട് ആ കടലിലെ വെള്ളത്തിൽ തിര ഇളക്കമുണ്ടോയെന്ന് നോക്കിയപ്പോൾ നിരാശയായിരുന്നു ഫലം. അപ്പോൾ കുട്ടി ബക്കറ്റിലെ വെള്ളത്തോട് ചോദിച്ചു, എന്താ ഇപ്പോൾ തിര ഇളക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വെള്ളം പറഞ്ഞത്രേ, കടലിൻ്റെ മാർത്തട്ടിലിരിക്കുമ്പോഴാണ് എനിക്ക് തിരയിളക്കം ഉണ്ടാകുക, അല്ലെങ്കിൽ എനിക്ക് ശക്തി ഉണ്ടാവുക. ആ ശക്തി ബക്കറ്റിലെടുക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് VS-നെ ഉദാഹരിച്ചുകൊണ്ട് അന്ന് പിണറായി പറഞ്ഞത്. പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ VS എന്ന കരുത്തനായ നേതാവായി മാറുന്നത്, അല്ലെങ്കിൽ ഒന്നുമല്ല എന്നുള്ളതാണ് പിണറായി വിജയൻ അതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇതിന് പിന്നീട് തൃശ്ശൂരിൽ വെച്ച് ഒരു അനുസ്മരണ സമ്മേളനത്തിൽ VS അതിന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗോർബച്ചോവിൻ്റെ കാലത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്നും അന്ന് കടലെല്ലാം വറ്റി വരണ്ടു പോയി, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ തകർത്തതിൻ്റെ ഉത്തരവാദിത്തം ഗോർബച്ചോവിനായിരുന്നു എന്നുള്ളതും, ഇങ്ങോട്ട് വരുമ്പോൾ അത് തീർച്ചയായും മറ്റൊരു അഭിനവ ഗോർബച്ചോവായി പിണറായി വിജയൻ മാറും എന്നുള്ളതിൻ്റെ നാന്ദി തന്നെയാണ് അന്ന് VS കൊടുത്തത്. അത് ഏതാണ്ട് ഈ 2026 തെരഞ്ഞെടുപ്പോടുകൂടി അർത്ഥവത്താകുന്ന രീതിയിലേക്ക് മാറുന്നു. അത് നമ്മൾ പറയുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. ഇപ്പോൾ ദേശാഭിമാനിയിൽ മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിരമ്പം എന്നുള്ള ലേഖനം മുൻവശത്ത് പേജിലും, എന്നാൽ അതിൻ്റെ 4-ാമത്തെ പേജിൽ കള്ളൻ വിജയൻ, നടനഗ്രാമം, വെഞ്ഞാറമൂട് PO എന്ന് പറഞ്ഞ ഒരു ലേഖനമുണ്ടായിരുന്നു. അത് വെഞ്ഞാറമൂടിൽ നടനഗ്രാമം എന്ന് പറഞ്ഞ ഒരു കലാസംഘടന, ആ കലാസംഘടനയിൽ വിജയൻ എന്ന് പറഞ്ഞൊരു നാടക പ്രവർത്തകൻ, അദ്ദേഹം അഭിനയിച്ച ഒരു നാടകത്തിലെ കള്ളൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ലേഖനം ഈ ദേശാഭിമാനിയുടെ വാരാന്ത്യപ്പതിപ്പിൻ്റെ 4-ാമത്തെ പേജിൽ 4-ാം പുറത്തിലുണ്ടായിരുന്നു. അപ്പോൾ മുൻവശത്തെ പേജിൽ VS-നുള്ള അനുസ്മരണം ഫുൾ കളർ പേജിൽ മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിരമ്പം എന്ന് പറഞ്ഞിട്ട് VS-ൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുകയും, പുറകിലെ 4-ാമത്തെ പേജിൽ കള്ളൻ വിജയൻ എന്നുള്ളൊരു പേരോടുകൂടി ഒരു ലേഖനം വരുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചില ഇടങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉളവാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ ആ വാരാന്ത്യപ്പതിപ്പ് തന്നെ അവർ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. ദേശാഭിമാനിയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വാരാന്ത്യപ്പതിപ്പ് തുടങ്ങിയതിന് ശേഷം അവരിപ്പോഴാണത് ആദ്യമായി മുടങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ദേശാഭിമാനിയുടെ റെസിഡൻ്റ് എഡിറ്റർ സ്വരാജ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് രണ്ട് പ്രസ്സിലൊക്കെയാണ് ഞങ്ങൾ അടിക്കുന്നത്, അതിൻ്റെ ചില സാങ്കേതിക തകരാറ് മൂലം ഇറക്കാൻ പറ്റാതെ വന്നതാണ്, കള്ളൻ വിജയൻ്റെ ഒരു ലേഖനമുള്ളതായിട്ട് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു.
അതായത് കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിൽ വരെ ദേശാഭിമാനിയുടെ PDF ഉണ്ടായിരുന്നു, അതിൽ ഈ പേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത് കാണുന്നില്ല. അതേക്കുറിച്ചൊന്നും സ്വാഭാവിക സ്വതസിദ്ധമായ ശൈലിയിൽ സ്വരാജ് ഒഴിഞ്ഞു മാറുന്നതാണ് സംഭവം. എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? VS ജീവിച്ചിരുന്നപ്പോഴും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം VSന്റെ ജനസമ്മതി വലിയ വിഷയം തന്നെയായിരുന്നു. ഓർക്കുന്നുണ്ടോ ഫവാസ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. VSന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്ന് മാധ്യമങ്ങളിലെല്ലാം VS നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് വിയ്യൂരിൽ നിന്നും ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയൊരു വാർത്ത നമ്മൾ പുറത്തു വരുന്നത്. അത് വളരെ ആസൂത്രിതമായി ചെയ്യിച്ചതാണ്. ഈ വാർത്ത മാധ്യമങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഗോവിന്ദച്ചാമിയെ ന്യൂസ് തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആസൂത്രിതമായി ചെയ്ത ഒരു കാര്യമാണെന്ന് കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഫവാസ് എങ്ങനെയാണ് ഈ VS എന്ന ഇപ്പോഴും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന ലേഖനം വന്ന് ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ക്യാൻസൽ ചെയ്തതിനെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിൽ മൊത്തം എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ദേശാഭിമാനി എന്തുകൊണ്ട് ഈ സാധനം ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ കളഞ്ഞു എന്നുള്ള സാധനം. രണ്ടാമത്തെ കാര്യം ആർക്ക് വേണ്ടി കളഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം VSനെ ഇപ്പോഴും CPM ഭയക്കുന്നുണ്ടോ അല്ലെങ്കിൽ CPMൽ ചില നേതാക്കൾ ഭയക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. വിജയ് എന്നുള്ള പേര് കേരളത്തിൽ വേറെ ആർക്കും പാടില്ലേ എന്നുള്ള കാര്യം. ഇത് 3 ആണോ പോലും വലിയ തരത്തിൽ ചർച്ചാ വിഷയമാണ്. അപ്പം എന്തായാലും എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു FB പോസ്റ്റ് ഉണ്ട്, അത് പറയാണ്ട് നമുക്ക് ഈ സാധനം തുടങ്ങാൻ പറ്റില്ല. അദ്ദേഹം എഴുതി വെച്ചത് എങ്ങനെയാണ്: കള്ളൻ എന്ന് കേട്ടാൽ തന്നെ അത് താനാണെന്നുള്ള തോന്നലൊക്കെ നല്ലതാണെങ്കിലും നാട്ടിൽ മറ്റൊരു വിജയനും കള്ളൻ വിജയൻ എന്ന പേര് വരാൻ പാടില്ല എന്നുള്ള പ്രൊഫഷണൽ ഈഗോ ശരിയല്ല മിസ്റ്റർ പിണറായി. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്. വേറെ ആർക്കും വിജയൻ എന്ന് പേരിടാനോ വേറെ ആർക്കും കള്ളൻ വിജയൻ എന്ന് പേരിടാനോ ഒന്നും പാടില്ല. ഏതെങ്കിലും വിജയനെ ഇത്തരത്തിൽ മോശമായി പറഞ്ഞു അതെല്ലാം കള്ളൻ എവിടെ പറഞ്ഞാൽ അതെല്ലാം താനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെന്ന് തോന്നുന്നു. അതൊരു സംശയമാണ് അവിടെ. അപ്പൊ ആരെങ്കിലും കള്ളൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊക്കെ താനാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കള്ളത്തരം അദ്ദേഹം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. ആ ഒരു എന്താ പറയാ, ആ സാധനം ഉണ്ടാവുമല്ലോ. ആരെന്ത് പറഞ്ഞാലൊക്കെ തന്നെ ഉദ്ദേശിച്ചാണ്, ഇത് തന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, തന്നെ ഒറ്റയ്ക്ക് ഉദ്ദേശിച്ചാണ്, തന്നെ തനിച്ച് ഉദ്ദേശിച്ചാണ് എന്ന് അദ്ദേഹം പറയാണ്ട് ഇതിന്റെ ഉള്ളിൽ പറയുന്നുണ്ടാവും. ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രം ഒരു സിനിമയിൽ ഇങ്ങനെ പറയുന്നത്, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന്. എനിക്ക് തോന്നുന്നത് CID മൂസയിലാണെന്ന് തോന്നുന്നത്. അതെ. അപ്പം എന്തായാലും അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലോട് പിണറായി വിജയൻ പോയി എന്നുള്ള സാധനമാണ്. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് നമുക്ക് ഒരിക്കലും പലതരത്തിലുള്ള ഇടതുപക്ഷത്തോട് പൂർണ്ണമായിട്ടും എനിക്ക് വിയോജിപ്പില്ലെങ്കിൽ പലതരത്തിലുള്ള അവരുടെ പോളിസിയോടും അവരുടെ നയങ്ങളോടും അവരുടെ പെരുമാറ്റത്തോടും അത് UDF-നോടും കോൺഗ്രസിനോടും BJP-യോടൊക്കെ എനിക്ക് നിലപാടുണ്ടെങ്കിലും CPM-നോട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അച്യുതാനന്ദന് പലതരത്തിലോട് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തെ പുകഴ്ത്തേണ്ട സമയത്ത് അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട സമയത്ത് അംഗീകരിക്കുക എന്നുള്ള സാധനം കൂടി എൻ്റെ മുമ്പിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം കണ്ടതിൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ജനിച്ചത് ഈ പറഞ്ഞ പോലെ 2000-ന്റെ അടുത്താണ്. അതുകൊണ്ട് എനിക്ക് വലിയ പുറകോട്ടുള്ള രാഷ്ട്രീയങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെയുള്ള ഉള്ള അറിവൊക്കെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും മറ്റു നേതാക്കന്മാരൊക്കെ എഴുതിയ ബുക്ക് വായിച്ചിട്ടും വാർത്തകൾ കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സ്കൂളിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന പ്രമുഖ നേതാക്കളിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ VS, അതേപോലെ തന്നെ പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി, ഇങ്ങനത്തെ നേതാക്കന്മാരെയൊക്കെ ഉള്ളൂ ഞാൻ കണ്ടു വളർന്നത്. അപ്പം സ്വാഭാവികമായിട്ടും VSനെ കുറിച്ച് ഞാൻ എല്ലാ കാലത്തും ചെറുപ്പം മുതലേ സ്കൂൾ മുതലേ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വായിക്കലൊക്കെ ഉണ്ടായിരുന്നു അസംബ്ലിയിലൊക്കെ. അപ്പോൾ VSനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണ് പല കാര്യങ്ങളും. VSന്റെ പല കാര്യങ്ങളും വിയോജിപ്പുണ്ട്. പക്ഷേ ഇത്തരത്തിൽ VSന്റെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഭയക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് CPM-നുള്ളിൽ യഥാർത്ഥ നേതാവ് ആരായിരുന്നു എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ VSനെ ഒതുക്കിയത് പിണറായി വിജയൻ ഒതുക്കിയത് വയസ്സായപ്പോൾ അദ്ദേഹത്തിന് പറയുന്ന കാര്യത്തോട് അദ്ദേഹത്തിന് ബോധമില്ല എന്നുള്ളതും വാർദ്ധക്യം വന്നു എന്നുള്ളതും വിവരക്കേട് പലപ്പോഴായിട്ട് വിളിച്ചു പറയുന്നു എന്നുള്ളതും എന്താ പറയുക ഔദ്യോഗികമായ സ്റ്റേജിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഇന്ന് അദ്ദേഹത്തിനും സാധനം വന്നെത്തിയിരിക്കുന്നു എന്നുള്ള സാധനം ഉണ്ട്. പിന്നെ VSനെ ചലഞ്ച് ചെയ്യാൻ മാത്രം പിണറായി വിജയൻ ആയോ എന്നുള്ള വലിയ ചോദ്യത്തിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. VS എവിടെ പിണറായി എവിടെ എന്നുള്ളതാണ്. രണ്ടും അജഗജാന്തരം വ്യത്യാസമുള്ള ഒന്ന് തന്നെയാണ്. അല്ല, ഇതില് എല്ലാത്തിലും ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പൊ കള്ളൻ വിജയൻ എന്താണ് നടനഗ്രാമം വെഞ്ഞാറമൂട് PO എന്നുള്ള ലേഖനം മാത്രമായിരിക്കില്ല, മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിരമ്പം എന്നുള്ള ടൈറ്റിൽ തന്നെ പിണറായി വിജയന് അസ്വസ്ഥനാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ശംഖുമുഖം കടപ്പുറത്ത് ചേർന്ന സംസ്ഥാന യോഗത്തിൽ ഇങ്ങനെയൊരു വിഷയം ഉണ്ടായിരുന്നു. VSനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അന്ന് VSന് അത് മറുപടി പറയാനുള്ള അവസരമില്ലാതിൻ്റെ പേരിൽ പിന്നീട് തൃശ്ശൂർ നടന്ന ഒരു എടുത്തു വച്ചിട്ടാണ് അതിന് മറുപടി കൊടുത്തത്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് VS എന്ന ആളുകൾ ആവേശം കൊണ്ട് കടലിരമ്പം പോലെ വിളിച്ചു പറയുന്നത് എന്ന് VSനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ സ്വയം അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അത് CPM എന്ന സംഘടനയായി രൂപം
കൊണ്ടതിന് ശേഷം CPI CPM എന്ന് രൂപം കൊണ്ടതിന് ശേഷം എന്ന് മുതൽ പിണറായി വിജയൻ എന്ന് മുതൽ VS അച്യുതാനന്ദൻ ആ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയോ VSന്റെ അന്ത്യം വരെ VS തന്നെയായിരുന്നു CPMലെ ജനകീയനായ നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ നേതാവ്. അതിന് യാതൊരു തർക്കവുമില്ല. ആ ജനകീയത ഇല്ലാതാക്കാൻ വേണ്ടി പല നേതാക്കന്മാരും പലവട്ടം പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമിയുടെ സംഭവമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ശ്രീലേഖ IPS ജയിൽ DGP ആയിരുന്നു. അവർ പറഞ്ഞു ജയിലിൽ നിന്ന് ഒരാൾക്ക് ഒരു കാരണവശാലും ഇത്തരത്തിൽ ചാടി പുറത്തു വരാൻ സാധിക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജയിൽ വാർഡന്മാരുടെ കൃത്യമായ സഹായമില്ലാതെ ഒരു കാരണവശാലും 10-18 അടി പൊക്കമുള്ള ജയിൽ ഒറ്റക്കയ്യനായിട്ട് ഒരാളെ എങ്ങനെ ചാടി പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഇത് സിനിമയിലും നാടകത്തിലും അല്ലെങ്കിൽ ടാർസന്റെ കഥകളിൽ മാത്രം വായിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളതാണ് അന്ന് ശ്രീലേഖ IPS പറഞ്ഞത്. അപ്പോൾ VS അച്യുതാനന്ദന് മരണശേഷവും കിട്ടുന്ന ആ ഒരു ജനസമ്മതി കണ്ട് അസ്വസ്ഥരായ ചില ആളുകളാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും VSന്റെ പേര് അല്ലെങ്കിൽ ഈ വാർത്ത തിരിച്ചിടുന്നതിന് വേണ്ടി ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ ജയിൽ ചാട്ടത്തിന് വഴിയൊരുക്കുകയും പിന്നീട് അത് വാർത്താ മാധ്യമങ്ങൾക്ക് വലിയ തലക്കെട്ടോടുകൂടി വാർത്തയാക്കാനുള്ള അവസരം ഉണ്ടാക്കിയത്. അങ്ങനെ VSന്റെ വാർത്ത തമസ്കരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇത് തന്നെയാണ് മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിരമ്പം പല ആളുകളുടെയും ചങ്കിലും ചെവിയിലും. VS എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആ ഒരു തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ധർമ്മച്യുതിയെക്കുറിച്ചാണ് അവർക്ക് ഓർമ്മ വരുന്നത്. അതായത് VS സമരനായകൻ തന്നെയായിരുന്നു, വിപ്ലവ നായകൻ തന്നെയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ തന്നെയായിരുന്നു. ഇപ്പോഴും VSനെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടാടുമ്പോൾ തീർച്ചയായും പലർക്കും അവരുടെ അവസാന കാലമെന്ന് പലപ്പോഴും പലവട്ടം പല ആളുകളും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയിലും അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ മറ്റ് കമ്മിറ്റികളിലുമെല്ലാം അപ്രസക്തനായി മാറുന്ന ചില ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദേശാഭിമാനിയിലെ ഈ ലേഖനം. അവസാന നിമിഷമായിരിക്കാം ഇത് ഗ്രൂപ്പുകളുടെ ശ്രദ്ധയിൽപ്പെട്ടതും. അതുകൊണ്ട് തന്നെയാണ് വെബ്സൈറ്റിൽ നിന്നും ഇപ്പോൾ ആ പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സാധാരണഗതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്ന നമുക്ക് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ പബ്ലിഷ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര വലിയ ചർച്ചാ വിഷയമാവില്ലായിരുന്നു. അല്ല, ഇത് പബ്ലിഷ് ചെയ്യാണ്ടിരുന്നോണ്ടാണ് ഇപ്പൊ കേരളം മൊത്തം ഇത് വലിയ തരത്തിൽ ചർച്ചാ വിഷയമായത് ഒറ്റ കാരണം കൊണ്ടാണ്. തീർച്ചയായും പ്രസിഡന്റ് എഡിറ്ററായിട്ട് സ്വരാജിന് വരെ ഇതിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. സ്വരാജ് VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് സംസാരിച്ച ആളാണ്. അതിന്റെ ക്ലിപ്പിംഗ് ഒക്കെ നമ്മുടെ ആർക്കൈവ്സിൽ എന്തായാലും ഉണ്ട്, നമുക്കതറിയാം. ഇപ്പോൾ VSനെ പോലുള്ള ഒരാളുടെ സമുന്നതനായ നേതാവിന്റെ അനുസ്മരണം ഞങ്ങൾ എങ്ങനെയാണ് വേണ്ടാന്ന് വയ്ക്കുക? അപ്പോൾ ദേശാഭിമാനി ഈ പ്രിന്റിങ്ങിൽ വന്ന സാങ്കേതികമായ പിഴവുകൊണ്ട് ആ പേജ് പ്രിന്റ് ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് പുറത്തിറക്കാതിരുന്നതെന്നൊക്കെ അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട്. അപ്പോൾ PDF വരെ ആയി കഴിഞ്ഞ ഒരു സംഭവം പിന്നെ എങ്ങനെയാണ് പ്രിന്റിങ്ങിന് പോകാതിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ വളരെ കാലം ഒരു പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്തിരുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കൃത്യമായ വശങ്ങൾ അറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചത്? ഇതൊക്കെ ചോദ്യം തന്നെയാണ്. എനിക്കൊന്നു ഈ പറഞ്ഞ പോലെ ആ ഒരൊറ്റ വാക്ക് തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം. അപ്പം ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ഗർജന, അദ്ദേഹം അന്ന് വെച്ച കാര്യങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളത് അതിനൊരു ടിപ്പായിട്ട് വിജയൻ ലാസ്റ്റ് ഒരു സാധനം. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് രണ്ടും പാടെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ ഉദ്ദേശം മാത്രമാണ് ഇത് എന്ന വർണ്ണത്തിൽ ആശങ്ക ഉൾപ്രേക്ഷ അലങ്കൃതി എന്ന് പറയുന്നത് പോലെ ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അലട്ടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായി വിജയൻ ഇപ്പൊ രാഹുൽ മാങ്കോട്ടത്തിന്റെ FB പോസ്റ്റ് കടം കൊള്ളുകയാണെങ്കിൽ കള്ളം വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേറ്റന്റ് കൊടുക്കാൻ ഞാൻ ഒരിക്കലും മറ്റാർക്കും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കടത്തി വേണം രാഹുൽ മാങ്കോട്ടത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും അത്തരത്തോളൊക്കെ അങ്ങനെയുള്ള ചിന്തകൾ ഇവർ അസ്വസ്ഥരാക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കിത് പറയാതെ പറ്റില്ല. നമ്മൾ ഇത് എത്ര കണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇത് സ്വീകരിക്കുന്നു, എത്രത്തോളം വ്യൂവേഴ്സ് ഉണ്ടാകുന്നു, ഇത് വ്യൂവർഷിപ്പിനും ലൈക്കിനും വേണ്ടിയല്ല നമ്മൾ ഈ വാർത്ത പറയുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ഇത് ജനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും PDF ആയി കഴിഞ്ഞൊരു മാറ്റർ പിന്നെ എന്തുകൊണ്ട് പ്രിന്റ് ചെയ്തില്ല? അത് ദേശാഭിമാനി പോലുള്ള ഒരു മുഖ്യധാര പത്രം, മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു പത്രത്തിന് വാരാന്ത പതിപ്പ് ഇറങ്ങാതെ പോവുക എന്ന് പറഞ്ഞാൽ മിക്കവാറും പത്രങ്ങളുടെ എല്ലാം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ വാരാന്ത പതിപ്പ് ഇറക്കുക എന്നുള്ളത്. അപ്പോൾ അത് മുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ തലവേദനയാണ്. ഏത് തരത്തിൽ ന്യായീകരണം നിർത്തി വെച്ചാലും അതൊരു കാരണവശാലും ന്യായീകരിക്കത്തക്കതായ ഒരു കാരണമായി മാറുന്നില്ല. എന്തായാലും ചില സാങ്കേതികത്വങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്ക് അത് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. P. രാജീവ് പറഞ്ഞാവട്ടെ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല, എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഇപ്പോഴും ജീവിച്ചിരുന്ന VSനേക്കാൾ
10 മടങ്ങ് ശക്തിയോടുകൂടി മരിച്ച VS-നെ പലരും ഭയപ്പെടുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം അദ്ദേഹം കൂട്ടിവെച്ച് ആലോചിച്ചിട്ടുണ്ടാവും. ഇത് തന്നെ മാത്രം ടാർഗറ്റ് പത്രത്തിന്റെ പാർട്ടി പത്രത്തിന് മുമ്പിലും പുറകിലും തന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ മുന്നിൽ നിന്നും പുറകിൽ നിന്നും തന്നെ കുത്തുന്നു. തടുക്കെ താൻ പെട്ടുപോയി എന്നുള്ളത് അതിനിടയിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ തീർച്ചയായും ഗതകാലങ്ങളുടെ പുനർവായന പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് പുറകോട്ടുള്ള ഓരോ വായനയും പുറകോട്ട് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരു പോരാട്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മുൻ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ ഇത്രത്തോളം VS-ന് കഴിഞ്ഞ അധ്യായമാണ് അദ്ദേഹം, പക്ഷെ ജീവിച്ചിരിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആ ഗതകാലങ്ങളുടെ പുനർവായന, ആ ഓർമ്മപ്പെടുത്തൽ വീണ്ടും ഒരു പോരാട്ട ചരിത്രം പിണറായി വിജയന്റെ മുമ്പിലും CPM-ന്റെ മുമ്പിലും നിൽക്കുന്നുണ്ട്. പക്ഷെ CPM-ന്റെ നല്ല ശതമാനം ഈ പറഞ്ഞ പോലെ പിണറായി വിജയനേക്കാൾ അംഗീകരിക്കുന്ന നേതാവ് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് ഈ പറഞ്ഞ പോലെ VS തന്നെയാണ്. VS മാത്രമാണ്. VS അല്ലാണ്ട് മറ്റാരുമല്ല. ഒരേ ഒരു VS. അതെ, ഒരേ ഒരു VS. വിപ്ലവ നായകൻ, സമരനായകൻ, കമ്മ്യൂണിസ്റ്റ് നേതാവ്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തൻ്റെ ഒപ്പം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം താൻ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നട്ടലുയർത്തി നിന്ന് പറയാൻ പറ്റിയ കേരളത്തിലെ അപൂർവം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിലെ സമരവീര്യം തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ് VS. യാതൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് VS-നെ കുറിച്ചുള്ള മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലെരുമ്പം എന്ന വാക്ക് തന്നെ പലരെയും അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.